guys, Assalamualaikum. Welcome back to our YouTube channel. Our Dream Familyയുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഇട്ടത്. അതെ, ഒരു കുട്ടി വ്ലോഗാണിത്. ഇന്നലെ കുറച്ച് ബീഫ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചെടുത്ത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം മറ്റേ സാമ്പ്രാണിക്കുടി മറ്റേ അവിടെ പോയപ്പോഴത്തേക്കും സാമ്പ്രാണിക്കുടി പോയിട്ട് തിരിച്ചു വരുന്ന നമ്മുടെ വ്ലോഗിൽ ഉണ്ട്. അത് നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയപ്പം ബീഫ് ഡ്രൈ റോസ്റ്റ് വീഡിയോ. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ പക്ഷെ മറന്നു. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് തിന്നാനും അത് ഭയങ്കര കോമ്പയാണ്. എല്ലാ സാധനം ഇപ്പൊ പുറത്ത് നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനവും ട്രൈ ചെയ്ത് നോക്കും ഉണ്ടാക്കാനായിട്ട്. ഓൾമോസ്റ്റ് അല്ല കാര്യം പറഞ്ഞതാ, ഓൾമോസ്റ്റ് എല്ലാം സക്സസ് ആവാറുണ്ട്. അന്നേരം എപ്പോഴും വിചാരിക്കാതെ ഉണ്ടാക്കുന്നത്. അതിപ്പോ എന്തായാലും ഇന്നലെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പം നൈറ്റ് ശനിയാഴ്ച 9 മണിയൊക്കെ സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം ആയി. ഇന്ന് നമ്മൾ ഇത്തിരി കുറച്ച് ലേറ്റ് ആയി പോയി. മിക്ക വന്ന് ഓഫീസിൽ നിന്ന് വന്ന് കുറച്ചേരം ഇരുന്ന് ആള് പുറത്തേക്ക് പോയി. വരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങളുടെ ബീഫ് എല്ലാം കഴുകി സെറ്റ് ആക്കി വെച്ച് അപ്പൊ ചപ്പാത്തിയും അതിന് നമുക്ക് ഒഴിച്ചു കൂട്ടായിട്ട് സാലൻ എന്നൊരു ഗ്രേവി അതും കൂടെ അതും കൂടെ ഉണ്ടാക്കാൻ. അത് ഇവിടെ ഞങ്ങളിൽ ഉള്ള സാധനം വെച്ച് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കും. ഡ്രൈ ആണല്ലോ, ചപ്പാത്തിയും ഡ്രൈ ആണല്ലോ, എന്തെങ്കിലും ഒരു സാധനം ഇത്തിരി വേണമല്ലോ. അതുകൊണ്ടിട്ട് നമ്മൾ വിചാരിച്ച ഇത്തിരി ഗ്രേവിയും കൂടി ഉണ്ടാക്കാവുന്നു. അപ്പം നമുക്ക് കലാപരിപാടികളോട്ട് തുടങ്ങാം. അപ്പം ബീഫ് കൂട്ടണ്ടേ കഴുകി വൃത്തിയായി ക്ലീൻ ആക്കി നമ്മൾ കുക്കറിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കപ്പം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും പീസാക്കിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു 80-90% കുക്കായതിനു ശേഷം നമുക്കത് മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ടാ കട്ട് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് മുളക് പൊടി, അതേ കുറച്ച് മഞ്ഞൾപ്പൊടി, എന്റെ മെയിൻ സാധനം അതന്നെ ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, ലേശം ഉപ്പ്. ആവശ്യാനുസരണം നമുക്ക് ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് മറിച്ച് അതിന്റെ 4 പാട് എത്തുന്ന രീതിയിൽ അങ്ങോട്ട് മറിച്ചോണ്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇപ്പുറത്തെ പീസിൽ പിടിച്ചതിന് അപ്പുറത്തെ പീസിന് പിണക്കം വരരുത്. എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന രീതിയിലാക്കണം. എന്നിട്ടൊരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു കപ്പ് അല്ലേ, ശകലം. ഓൾറെഡി ബീഫില് വെള്ളം ഉണ്ടാവും വെന്ത് വരുമ്പോ അല്ലേ. അതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഗായ്സ്. നമുക്കിത് കുക്കറിൽ വെച്ച് വേവിച്ച് വെക്കാം. ക്ലോസ് ഇറ്റ് ആയില്ല ഗൈസ്. ഇപ്പോഴാണ് എന്തോ തകരാറ് വന്നിട്ടുണ്ട് കുക്കറിൽ. അതെ, ഈ പാതിരാത്രിക്കാണോ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ തോന്നിയതെന്നായിരിക്കും. കുക്കർ കിടന്ന് സമയം കുക്കറിനെ ഞങ്ങൾ ഉറക്കത്തിന്ന് പൊക്കിയതാണ്. യെസ്, അപ്പൊ അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ആദ്യത്തെ ഒരു ഫിസില് നമുക്ക് ഫുള്ളിലിട്ട് നമുക്ക് ഒന്ന് അടിക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 4 ഫിസില്, ടോട്ടൽ 5 അത്ര മതി. 80-90% മതി നീ ഫസ്റ്റ് പറഞ്ഞു. എന്നിട്ട് ബാക്കി നമുക്ക് ആ സമയത്ത് നമുക്ക് ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ നൈറ്റ് ഫുഡാണ് ചപ്പാത്തി. അതന്നെ, ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ അതിന് വേണ്ടിട്ടുള്ള ഗ്രേവി, ഗ്രേവി,
ഓക്കെ, അതും കൂടി ഉണ്ടാക്കാം നമുക്ക്. ആ ടൈം കൊണ്ട് നമ്മുടെ ബീഫ് എന്തായാലും വെന്ത് വരും. അത്രയും ടൈം എടുക്കുമായിരിക്കും അല്ലേ? ചപ്പാത്തി ഓൾറെഡി പരത്തി വെച്ചിരിക്കുക, അത് നമുക്ക് ചുട്ടെടുത്താൽ മതി. ഓക്കെ, ചപ്പാത്തി ഇവിടെ വേവിക്കാൻ വേണ്ടി ഇട്ട് അത് സിമ്മിൽ ഇട്ടിട്ട് ഇവിടെ ചിലരൊക്കെ കിടന്നുകൊണ്ട് ഡാൻസ് കളിയായിരുന്നത്. ഒരാളുടെ ചപ്പാത്തി പരത്താൻ പറഞ്ഞപ്പോൾ അത് ഈ പരുവാക്കിയത് കണ്ട, നല്ല കാറ്റുണ്ട് ഇതിന്, നല്ല ഓടിക്കാൻ പറ്റും. അത് നൈസ് സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും. പക്ഷെ ആക്ച്വലി നമ്മൾ ചപ്പാത്തി ഇങ്ങനത്തെ നല്ല രസം കഴിക്കാൻ കഴിച്ചിട്ടുണ്ട്. പല്ലില്ലാത്തവർക്ക് ഒരു രസവും കാണത്തില്ല. പല്ലുള്ള പഴമൊക്കെ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കഴിക്കണം. അടിപൊളിയോ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയോണ്ട് എത്രയും ഇതായി പറയുന്ന. അപ്പൊ അതിനെ കരിച്ചിട്ട് കൊണ്ടു ഈ രാത്രി സമയത്ത് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനുള്ള ആരെങ്കിലും ഉണ്ടോ? പരീക്ഷണങ്ങളൊക്കെ, കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ പാതിരാത്രി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നിപ്പിലാണ്. പക്ഷെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് രാത്രി ഫുഡ് ഇതാക്കായിരുന്നു. പിന്നെ വിട്ടുപോയി. അപ്പൊ എന്തായാലും ചെന്നാലും ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ. മനുഷ്യരുടെ കാര്യമില്ലേ, നാളെ കാണുവാ ഇല്ലേന്ന് അറിയത്തൊന്നുമില്ലല്ലോ. ഉള്ള കാലം തിന്നും കുടിച്ച് സന്തോഷിക്കണം. ഇക്ക പോന്നിട്ട് ചെന്ന് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ബീഫ് ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇക്ക വിചാരിക്കും ഇപ്പൊ ഇവിടെ റെഡിയാകുമ്പോ സെറ്റ് അതിനൊക്കെ വെച്ച് കഴിക്കാൻ വരും. എന്താകും ആവും. ചപ്പാത്തി റെഡി. പിന്നെ ഗ്രേവിക്കുള്ള പരിപാടികളുണ്ട്, അതും കൂടെ നമുക്ക് ചെയ്തേക്കാം. ഞാൻ ഇവിടെ ചപ്പാത്തി ചുട്ട് തീരാറായിട്ടുണ്ട് ഗൈസ്. എനിക്കിനി ഒരു ചപ്പാത്തിയും കൂടി ഉള്ളു ചുടാനായിട്ട്. ആ ടൈമിൽ ധനിയ സാറിന് ഉണ്ടാക്കാനുള്ള ഗ്രേവിക്ക് വേണ്ടത് എണ്ണ ഒഴിച്ച് നമുക്കൊരു കഷ്ണം കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു അതിടുക. കുറച്ച് പെരിഞ്ചീരകം കൂടെ നമുക്ക് അതിനകത്ത് വേണം. ഹാനി ആദ്യം പെരിഞ്ചീരകം ഇട്ടപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു കേസ് വീഡിയോ. അതെല്ലാം കൂടി നന്നായിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ്. നേരത്തെ എന്നെ കൊണ്ട് കുത്തിയിരുന്ന് ഉള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പൊളിപ്പിച്ച് ചതപ്പിച്ചെടുക്കുക. അങ്ങനെ അതൊന്ന് അങ്ങനെ അത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അതാണ് കണ്ണിൽ എഴി വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യമായി ധൃതിപ്പെട്ടുണ്ടാകത്തില്ലേ, അന്ന് ഞങ്ങളുടെ കുക്കറ് ഞങ്ങളെ ചതിക്കും. അതിനകത്തോട്ട് നമുക്ക് സബോള ഇടാം. സബോള ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം ഗൈസ്, നിലത്തിന് കുഞ്ഞുകുനാന്ന് കട്ട് ചെയ്യണം. എന്നാലേ ആ ഒരു ഹോട്ടൽ സ്റ്റൈൽ ലുക്ക് എടുത്തുള്ളൂ നിങ്ങളുടെ സാധനത്തിൽ. അത് നമുക്ക് നല്ലപോലെ ഇളക്കി അത് ഇച്ചിരി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആ സാധനം പെട്ടെന്ന് സെറ്റാവും. ഉപ്പും ഇട്ട് നമുക്കൊന്ന് ഒരിച്ച് ചെറുതായിട്ട് വാടുന്ന വരെ നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് തക്കാളി ഇടാം. ഈസ ചപ്പാത്തിയൊക്കെ ചുട്ട് തീരാറായി. ഞാൻ പരത്തി കൊടുത്തത് കൊണ്ട് പെട്ടെന്നായി. ഇവിടെ ചിലരൊക്കെ ഉണ്ടാക്കും ചപ്പാത്തി ഇന്ത്യയുടെ ഭൂപടം കണക്ക്. നിങ്ങളുടെ കൂട്ടത്തിൽ
നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇന്ത്യയുടെ ഭൂപടം കണക്ക് മാപ്പ് വരക്കുന്നത്? ഇഷ്ടം പോലെ പേരുണ്ടാവും. നിങ്ങൾ കമന്റ് ചെയ്തോ. നിങ്ങൾ ചപ്പാത്തി നന്നായിട്ട് കറക്റ്റ് റൗണ്ടിലില്ലാത്തവരുണ്ടാവല്ലോ പരത്തുമ്പം. നിങ്ങൾ പറഞ്ഞു ഞാൻ മാത്രമായിരിക്കത്തില്ല, ഓൾമോസ്റ്റ് ആൾക്കാർ അങ്ങനെ ഉണ്ടായിരിക്കും. അല്ലെ മറ്റേ പാത്രമൊക്കെ വെച്ച് കട്ട് ചെയ്ത് റൗണ്ടിലെടുക്കാം. കുക്കർ നമ്മൾ ചെറുതായിട്ട് ചതിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും കുക്കറിനുള്ളത് ഇടക്ക് നമ്മള് ധൃതിപ്പെട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമില് എന്തോ അങ്ങോട്ട് വിസിൽ വരാൻ ഇഷ്ടമില്ല, എന്തോ താല്പര്യം ഇല്ലാത്ത പോലെ അങ്ങനെ ഇരിക്കും. എന്തോ പണി വന്നിട്ട് അങ്ങനെ രണ്ടാമത് അഴിച്ച് മടുത്ത് പിന്നെയും വേവിച്ചിട്ടുണ്ട്. വിസിൽ ഞങ്ങള് 12 മണിയായാലും ഫുഡ് കഴിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. നോക്കാം, ആഗ്രഹം വന്നില്ല, കഴിച്ചു നോക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് കഴിച്ച് ഉറങ്ങാൻ വേണ്ടി ഉള്ള തയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും താമസിച്ചിരിക്കല്ലേ കിടക്കാറ്. നാളെ അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവര് നമ്മളിപ്പോ താമസിച്ചിരുന്നു കിടക്കുന്നത്. എങ്ങനെയാണോ നിങ്ങളൊക്കെ? അങ്ങനെയാണെങ്കിൽ അല്ലേ നിങ്ങളുടെ സാധാരണ ഞായറാഴ്ച താമസിക്കും. ഇപ്പൊ അച്ഛന് മദ്രസയിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി താമസിക്കാറില്ല. എന്നാലും അടുത്ത ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. ചപ്പാത്തി കഴിച്ച് 3 ചപ്പാത്തി അത് തന്നെത്താനെ തീറ്റിക്കുകയും ചെയ്യും. ഞാൻ ഇതിനിടക്ക് കുക്കർ അനിയ കഴിയുമ്പോ ഇപ്പൊ ഞാൻ വേറെ പണിക്ക് വേണ്ട എന്റെ ചപ്പാത്തി കരിഞ്ഞത്. മര്യാദക്ക് ചുട്ടോണ്ടിരുന്ന ചപ്പാത്തി. നമ്മുടെ കുക്കർ അടിക്കാനുള്ള തയ്യാറെടുപ്പിലായി. ഇനി അടിക്കും, സെറ്റായി. എന്തൊക്കെ ചെയ്ത എല്ലാ വീട്ടുകാരും ചെയ്യുന്നതൊക്കെ നേരെ കുക്കറിന്റെ മൂടി ഊരിയിട്ട് പൈപ്പിനടിയിൽ കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോ സെറ്റ്. അത് വെച്ച് ടൈറ്റ് ചെയ്തപ്പോ രക്ഷയില്ല കയറി. നാളെ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഞങ്ങള് ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ആ സമയത്ത് നോക്കുന്നത്. മുൻകൂട്ടി ഞങ്ങൾ അങ്ങനെയൊന്നും കണക്കൂട്ടാറില്ല. എവിടെയെങ്കിലും പോണില്ല. അടിക്കുമ്പോ അറിയാലോ, ആ കുക്കറിന്റെ വിസിൽ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അടിക്കുമോ ഇല്ലയോ എന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു കുക്കറിൽ അടിക്കും. അതേ തന്നെ കുക്കർ അടിച്ച്. ചപ്പാത്തി നമ്മുടെ ഇപ്പം സവോളയ്ക്ക് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തിടണ്ട്. അപ്പൊ ചിക്കൻ വന്നെന്ന് തോന്നുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടു. ഇതുവരെയായിട്ട് ചപ്പാത്തി മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും ആയിട്ടില്ല. വന്ന പാടി റെഡിയായോ എന്നായിരിക്കും ചോദിക്കുന്നത്. റെഡിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ്. അല്ല ഇപ്പൊ എല്ലാം റെഡിയായെന്ന് പറഞ്ഞാ വിളിച്ചത്. ഇത് ഒന്നും ആയിട്ടില്ലെന്ന്. പക്ഷെ പുറത്തൊക്കെ നല്ല സ്മെല്ലുണ്ടല്ലോ. എന്തായാലും നല്ല റെസിപ്പിയാന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വിഷമിട്ട് വയ്യ. മണി ഏകദേശം 9:30 ആയിട്ടുണ്ട്. എത്ര മണിയാവും? ഒരു 10-10:30 ഏകദേശം. അതെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. പിന്നെ എന്തായാലും ഉറങ്ങുമ്പോഴത്തേക്ക് 2 മണിയെങ്കിലും ആവും കഴിച്ചു. ഉറപ്പായിട്ടും. ഇവിടെ കയ്യാപ്പി വരച്ച പടമൊക്കെ ഇടക്കൂടെ പൊക്കി കാണിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് അറിയാൻ പോയിട്ട് നിസ്കരിച്ച് വരാം. നിസ്കരിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ആകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ കുക്കിംഗ് പീസ് അവിടെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയായി കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും 2 ജോലി ഒതുങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന പ്രതീക്ഷയും. അകത്തെടുത്ത് പാത്രമെടുത്തിട്ട് അടിച്ചടിച്ചടിച്ചാണ് പാത്രം കഴുകുന്നത്. സവോള ഇതെല്ലാം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, എല്ലാവരുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇടുക കേട്ടോ. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിയാണ് നല്ല കറിക്ക് കളർ അങ്ങോട്ട് വരത്തുള്ളൂ. പണ്ടത്തെ മെയിൻ ഷെഫാണ്. അതെ, കുവൈറ്റ് അത്ര വേണ്ട, കുറച്ചുകൂടി അത്ര വേണ്ട.
ഇതാണ് നമ്മൾ ഇതിൽ ഇട്ടാൽ അപ്പൊ മെച്ച് കഴിച്ചല്ലേ. അത് വേണ്ടെന്ന് പറഞ്ഞപ്പോ മൊത്തത്തിൽ അങ്ങ് ഇട്ടേച്ചു. ഇന്ന് കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മെയിൻ കുവൈറ്റ് ഷെഫാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ പിടിച്ചാണ് ഇതൊക്കെ ശ്രദ്ധിക്കും. വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഒക്കെ മസാല കുറച്ചിട്ടാ മതി, ബാക്കി നമുക്ക് ചിക്കൻ മസാല ഇടാം. ബീഫ് ഫ്രൈ. ചിക്കൻ ഞാൻ വേറൊരു സാധനം കൂടെ ഉണ്ടാക്കുന്നു. നാളെ പണി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടുക. ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമുക്ക് ആവശ്യത്തിന് വേകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് മാത്രം. നമുക്ക് ആവശ്യത്തിൽ കൂടുതലല്ല. ഇതിപ്പോ ഇതൊക്കെ ഒന്ന് ഇതാക്കണം. ചിലവരുണ്ടല്ലോ ഇത് ഇങ്ങനെ മിക്സിയിലിട്ട് മൊത്തത്തിൽ ഗ്രേവി അടിച്ചിട്ടെടുക്കും. നമുക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇനി ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ നല്ലപോലെ അരച്ച് ഇതിന്റെ കൂടെ ചേർക്കണം. തേങ്ങയുടെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കണം. പക്ഷെ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ തേങ്ങ മാത്രം അരച്ച് ചേർക്കുന്നുള്ളൂ. ഇവിടെ ചപ്പാത്തി കരിച്ചേല് വെച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ടൊന്നും അല്ല, അതെടാ ചപ്പാത്തി കരിഞ്ഞതും നമുക്കിങ്ങനെ വരുന്ന ബാക്കി ചപ്പാത്തിയൊക്കെ നല്ലോലെ പഴ അതിന്റെ നടുക്ക് സാധാ ചപ്പാത്തിയിൽ പഴം ഇങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കാൻ ടേസ്റ്റ്. ഇവിടെ ഞങ്ങൾ ഒരു സാധനം അങ്ങനെ ബാക്കി വെക്കാറില്ല. അച്ഛനും കയ്യാപ്പിക്കൊക്കെ വിശന്നിട്ടാന്ന് തോന്നുന്നു. അവരിങ്ങനെ ഓടി നടപ്പുണ്ട്. ഇവിടെ കിട്ടിയത് എല്ലായിടത്തും വാരി വെച്ച് കഴിച്ച് അവസാനം ഉണ്ടാക്കിയതൊക്കെ കഴിക്കുമോ എന്നാണ് അറിയാൻ പറ്റുന്നത്. നമ്മുടെ കറി ഇപ്പം ഏകദേശം നല്ലൊരു തിളച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരാൾ പരീക്ഷണത്തിൻ്റെ പരീക്ഷണം. കയ്യാപ്പി ഇതിപ്പോ കരിഞ്ഞത് കണ്ട് കറക്റ്റ് റോൾ ചെയ്ത് കിട്ടില്ല, അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ അച്ചു പേപ്പർ വെച്ച് പടക്കം പൊട്ടിച്ച് കളിച്ചോണ്ടിരിക്കുക. ആദ്യത്തെ പരീക്ഷണം എൻ്റെ വായില. നമുക്കിത് തേങ്ങ അരച്ച് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചേർക്കാം. ഫ്രഷ് ക്രീം ഇട്ട പോലെ. അതെ, ഇവിടെ മല്ലിയില ഇടാനായിട്ട് ആളുകളുടെ എണ്ണം കൂടുതലാണ് ഗൈസ്. കുറച്ച് മല്ലിയില ഇട്ട് നമ്മുടെ പേളിമാണി പറഞ്ഞനുസരിച്ച് ഞാൻ മല്ലിയില കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കഴിഞ്ഞ് അരിഞ്ഞ് ഇത് ഫ്രീസറിൽ വെച്ചാട്ടോ. അപ്പോൾ ഒരാഴ്ച കൂടുതൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ സാധാരണ മല്ലിയിലൊക്കെ വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ചീത്ത വെള്ളം ഒരുമാതിരി ആയിപ്പോ. പക്ഷെ ഇത് പൊളി കേട്ടോ, നല്ല ക്രിസ്പായിട്ടിരിക്കുക. നല്ല ഒരാഴ്ചയായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ സാലന ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഗൈസ്, റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അനി അത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ചൂട് മാറിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. പക്ഷെ ഇവിടെ ഇപ്പൊ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമുക്കതിന് സമയമില്ല. ചൂടോടെ പറയും വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് കൈ പൊള്ളുന്നുണ്ടെന്നല്ല ശരിക്കും. ഇനി ഇത് മുറിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഡ്രൈ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉണക്കമുളക് പൊടിച്ചില്ലാഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഉള്ള ഉണക്കമുളക് എടുത്ത് ഒന്ന് പാനിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്കൊന്ന്
ഡ്രൈ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ഇട്ടുന്ന നമുക്ക് മിക്സിയുടെ ചാറിലിട്ട് ചെറുതായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതെ, ക്രഷ് ചെയ്യുകയോ പൊടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം. അതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മുളകെല്ലാം ഇങ്ങനെ പൊങ്ങി വീർത്ത് വരാം. നല്ലപോലെ ഇത് പൊങ്ങി അത് ചൂടായി നിർത്താം. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഞങ്ങൾ പറഞ്ഞില്ല രാവിലോട്ട് ഉണ്ടാക്കണമെന്നുണ്ടായത്, പിന്നെ അതങ്ങ് വിട്ടുപോയി. പിന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധോദയം വന്ന് നമുക്ക് ഉണ്ടാക്കണം. പുള്ളി ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് നോക്കി വെച്ചില്ല. അത് ഞങ്ങളുടെ മിസ്റ്റേക്ക്. കുറച്ചും കൂടെ അങ്ങനെ ഞങ്ങൾ നല്ല ഉണക്കി ചൂടാക്കി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളിലോട്ട് പോകാം. വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ആദ്യം ചേർക്കേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ കോൺഫ്ലവർ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ആ ഒരു ഫുൾ കവർ ചെയ്ത് വരാൻ അത്ര ഉള്ളത്. പിന്നെ കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ നിങ്ങളതൊരു 1.5 സ്പൂൺ ഇടുക. ഞങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് മിക്സ് ചെയ്തിട്ടാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 1 സ്പൂൺ. അതെ, കുറച്ചിട്ടാൽ മതി. ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുമ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സ്പൈസി ആയിപ്പോവും. പിന്നെ അടുത്തത് നമ്മുടെ ചില്ലി ഫ്ലേക്സ്. കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി, ഗരം മസാല. ലാസ്റ്റ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ഒരു നാരങ്ങ നീര്, ഇതേതെങ്കിലും ഒന്ന് പുളിക്ക് വേണ്ടിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലായിട്ട് നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവിയിലാണ് നമ്മളിത് ഫുള്ള് മിക്സ് ചെയ്തെടുക്കുന്നത്. കലങ്ങട്ടെ അങ്ങോട്ട്. കലങ്ങിയില്ല. അതെ, ഗ്രേവിയിലെ വെള്ളം കുറവായിരുന്നു ഗൈസ്. മിക്കവാറും നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. ഇതറിയാം. ഓക്കെ, വെള്ളം പോരാ ഗൈസ്. അത് മുങ്ങി വരണമല്ലോ. നമ്മളിങ്ങനെ നന്നായിട്ട് പുരട്ടി വരാറുണ്ട്. നമ്മൾ അതിൻ്റെ ആ കുക്കറിൻ്റെ അകത്തിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് കലക്കി കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇത് ഈ ഫുഡ് ഉള്ളവരല്ല, ഫുഡ് നല്ലപോലെ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളൊന്നും കുറ്റം പറയില്ലേ. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും പോരായ്മകളുണ്ട് പറയണം. നമ്മൾ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അങ്ങനെയല്ല, ഇതിങ്ങനെയാണ് അല്ലേ, നല്ല കാര്യമല്ലേ അങ്ങനെ പറയുന്നു. അതിന് അപ്പോൾ ഞങ്ങൾ ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അത് പൊടിയാത്ത രീതിയിൽ നമുക്കത് ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ട് ബീഫ് അങ്ങോട്ട് ഇട്ടിട്ട് അത് പൊടിയാത്ത ഒരു പരുവത്തിൽ നമുക്ക് ഫുൾ മസാല അതിൻ്റെ അകത്തോട്ട് കോട്ട് ചെയ്തെടുക്കാം. എനിക്ക് നോൺ വെജിലൊക്കെ പരീക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് എവിടെയെങ്കിലും നമ്മൾ പുറത്ത് പോയിട്ട് അവിടെ നമ്മൾ ഫുഡ് കഴിക്കുക, നല്ല ടേസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് അതെനിക്ക് വീട്ടിൽ ഒന്ന് പാചകം പരീക്ഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെയുള്ളതാണ്. അങ്ങനെ ഞാൻ മിക്കതും അത്യാവശ്യം മിക്ക ഫുഡ് ഉണ്ടാക്കും. മന്തി ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കാൻ അറിയത്തൊന്നുമില്ല. ചിക്കൻ, ബീഫ്, മട്ടൻ, ഫിഷ്, ഇതെല്ലാം പരീക്ഷണങ്ങളാണ്, ഫുൾ പരീക്ഷണങ്ങളാണ്. പിന്നെ വന്നിട്ട് ബട്ടർ ചിക്കൻ, അതന്നെ ബട്ടർ മുട്ട, ബട്ടർ, അങ്ങനെ ഇതും പരീക്ഷണമാണ്, ഫുൾ പരീക്ഷണമാണ്. പക്ഷെ എല്ലാം സൂപ്പറാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയൊന്നും പറയില്ല, എല്ലാം നല്ലത്. ക്രാബ് റോസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിന് നമ്മൾ ചീറ്റിപ്പോയെന്ന് പറഞ്ഞ് പേടിച്ചു. പക്ഷെ നല്ലായിരുന്നു. അതൊരു എന്താണ് ഇത്തിരി ടൈം എടുക്കുമല്ലോ അതിൻ്റെ അകത്തോട്ട്, അത് നമ്മൾ ആ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടില്ല, എല്ലാം കിടില്ല. ഫ്ലോപ്പൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എന്തുണ്ടാക്കിയാലും ഫ്ലോപ്പാണ്. ശരിക്കും ഇതൊരു ½ ആൻ അവർ നമ്മളിങ്ങനെ ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇങ്ങനെ വെക്കണം. പക്ഷേ നമ്മുടെ സാഹചര്യം, നമ്മുടെ സമയപരിമിതികൾ കാരണം ഞങ്ങൾക്കിത് എത്ര നേരം വെക്കാൻ പറ്റുന്നില്ല. ഒരു 10 minutes അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഇത് ഫ്രൈ ചെയ്യാൻ പോകണം ഗൈസ്. നമ്മൾ പാനൊക്കെ വെച്ച് സ്റ്റവൊക്കെ ഓണാക്കി പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ട് വേണം നമ്മുടെ ബീഫ് ഫ്രൈ ആക്കി എടുക്കാൻ ഗൈസ്. സമയം പോകുന്ന അറിയുന്നില്ല കേട്ടോ, പക്ഷെ അല്ലേ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതന്നെ നമുക്ക് മുറിച്ച് വെച്ച ഓരോ പീസും നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂടായതുകൊണ്ട് നമുക്ക് ഒത്തിരി ചെറുതാക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്. പയ്ക്കെ വരാൻ സാധ്യതയുണ്ട് ഗൈസ്. നല്ല മണം വരുന്നുണ്ട്. ബീഫ് നല്ലപോലെ മൊരിഞ്ഞത് നമുക്കൊരു സൈഡ് മറിച്ചിടാം. നല്ലൊരു കളറൊക്കെ വന്ന് നമ്മുടെ ബീഫിന് സക്സസ് ആയെന്നാ തോന്നുന്നത്. അതെ, ഓൾമോസ്റ്റ് സക്സസ് ആണ്. ബാക്കി ഇനി ഇക്കയോട് പറയണം കഴിച്ചിട്ട്. ഇതാ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് നല്ല കൊള്ളി കണക്ക് വന്നിട്ടുണ്ട്. ഏകദേശം സക്സസ്സായെന്നാണ് തോന്നുന്നത്. നമുക്ക് തിന്ന് വരുമ്പോൾ അറിയാം സക്സസ്സാണ് ഫ്ലോപ്പാണ്. ഏകദേശം ആ കളറും ഇതെല്ലാം വന്നിട്ടുണ്ട്. ലുക്ക് വൈസ് ഏറെക്കുറെ സെറ്റാണ്. നമുക്കിത് ബാക്കി ഇത്രയും കൂടി ഉണ്ട്, അതും കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഞങ്ങൾ ചൂടോടെ മുറിച്ചുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വല്ല ഷേപ്പൊന്നുമില്ല കേട്ടോ. അതെ, നമ്മളാണല്ലോ കഴിക്കുന്നത്. നമ്മൾ മാത്രമല്ല കഴിക്കുന്നത്, നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിച്ചാൽ മതി. ഷേപ്പിലൊന്നും കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. നമുക്ക് ബീഫ് ഡ്രൈ റോസ്റ്റ് സെറ്റായി നമുക്ക് ഇച്ചടിച്ച് ചോദിക്കാം. ചൂടുണ്ട്.
തരാം എന്താ അപ്പഴല്ലേ ഉണ്ടാ അയ്യോ പപ്പടോ അപ്പഴാണ് നിങ്ങൾക്ക് മുട്ടുമുട്ടുണ്ട് നമ്മുടെ കയ്യാപ്പണിന് കൊടുത്തില്ല എങ്ങനെയുണ്ടോ മഞ്ഞപ്പൊടി ഇട്ടതിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. അതെ 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 സെറ്റാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഞങ്ങളുടെ ടേസ്റ്റ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യണ്ട, ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. കൊള്ളാം സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിതേ ഇത്ര കൂടി ഉള്ളൂ. അതും കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഫിനിഷ് വേണ്ടി. പിന്നെ നൈറ്റ് ഫുഡ് അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി. നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന സാലന കറി, ഞാൻ യൂട്യൂബ് സാലന എന്നാ പറയുന്നത്, നമ്മൾ സാല ചാർ വിത്തൗട്ട് ബീഫ്. നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴേ ഫ്രൈഡ് കൂടെ കിട്ടുന്ന ഗ്രേവി ഇല്ല, അതാണ് സംഭവം പറയുന്നത്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഗോബി മഞ്ചൂരിയൻ ഗൈസപ്പോ ഒരു രക്ഷയില്ല, ഫുഡ് സൂപ്പർ ആയിട്ടുണ്ട്. സനായ അങ്ങനത്തെ അതിൻ്റെ അത് പൊളിയായിട്ടുണ്ട്. ഡ്രൈ ഫ്രൈ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പടം ഇല്ലായിരുന്നു, അതിന്റെ ഒരു ചെറിയൊരു കുറവ് മാത്രം ഉണ്ടായിരുന്നു. ഫ്രൈ ആയിട്ട് ബീഫ് അതിലും സ്ലൈസ് ആയിട്ട് ഞങ്ങൾ കഴിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ആദ്യമായിട്ടാണ് മറ്റേ ഹോട്ടലിൽ കിട്ടിയില്ല. അപ്പം ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. ഇപ്പൊ ആലപ്പുഴയിൽ നമ്മുടെ അല്ലെ ഫാമിലിയുള്ള ആരെങ്കിലും വരുവാണെങ്കിൽ എപ്പോഴേലൊക്കെ വരണമെങ്കിൽ നമ്മള് അല്ലെ വന്നാല് നമ്മള് ഇവരുടെ സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് നിങ്ങൾ ഈ രീതി തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല, ബീഫ് ഡ്രൈ ഫ്രൈ. അപ്പൊ ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളുടെ അല്ലെ ഒരു ഇതായിട്ട് സജഷനായിട്ട് അറിയിക്കുക. അപ്പൊ ഒരു രക്ഷയിലെ ടേസ്റ്റ് ഉണ്ടോ ഞാൻ മാത്രമല്ല മണി 10:30 മണിയായപ്പോ ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞ് ഇനി കഴിക്കുക. കഴിച്ചിന് മിക്കവാറും ഞങ്ങൾ കിടക്കുമ്പോ ഒരു 11-12 മണിയൊക്കെ ആകും. നാളെ സൺഡേ ആണ്. പിന്നെ അച്ചുക്കുട്ടിന് മദർസിൽ പോയാൽ മാത്രം മതി, കാരണം നാളെ ഇവിടെ പോകണ്ട. അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം മസ്റ്റ് ആയിട്ട്. കാരണം ഇവർ ഇത്രയും കഷ്ടപ്പെട്ടത് നടത്തുകയാണ്, നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്, സൺഡേ അല്ലേ. ഇതിനു മുമ്പ് പറഞ്ഞോണ്ട് സൺഡേ മാത്രമേ ഒഴിവുള്ളൂ എനിക്ക്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.